ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്സിനെ കുറിച്ചാണ് നോക്കുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്, കുറെ തരം ഡിസ്കൗണ്ട്സ് ഉണ്ട്. ആദ്യം എഴുതി വെച്ചിട്ട് ചെയ്യാം. ഡിസ്കൗണ്ട്സിൽ 3 തരമായിട്ട് നമുക്ക് കാണിക്കാം. എഴുതിക്കോളൂ. ആദ്യം ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്സ് എന്നുള്ള ഹെഡിങ് എഴുതാം. 3 types of discounts are offered in any business, trade and sales. 3 types of discounts are offered in any business, trade and sales. Also, there are the same in accounting terms. Also, there are the same in accounting terms. As per prevailing practice, or terms of purchase, as per prevailing practice or terms of purchase and sale, a certain amount of money. ഇതിലെ നോട്ട്സിൽ കാണുന്ന തന്നെ വായിക്കുന്നു കേട്ടോ. A certain amount of money determined at a fixed rate, and deducted from invoice price or amount receivable is called the discount. ഡിസ്കൗണ്ട് 2 രീതിയിൽ ചെയ്യും അല്ലേ. ഡിസ്കൗണ്ട് അലൗഡ് എന്നും പറയും, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയും. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതിനാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയാം. നമ്മൾ ഡിസ്കൗണ്ട് കിട്ടുന്ന എപ്പോഴാണ്? പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക. ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണ്? സെയിൽ ചെയ്യുമ്പോഴാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. സോ അതിൽ എഴുതി വെക്കാം. ഒന്ന് പർച്ചേസ് ഡിസ്കൗണ്ട് ആൻഡ് സെയിൽസ് ഡിസ്കൗണ്ട്. പർച്ചേസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെയിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ്. പക്ഷെ ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട് പറയുമ്പോൾ നമുക്ക് വേറെ രീതിയിലേ പറയാം. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, താഴെ എഴുതുക. 1 ട്രേഡ് ഡിസ്കൗണ്ട്, 2 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, 3 ക്യാഷ് ഡിസ്കൗണ്ട്. 3 രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് കാണിക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ഐറ്റം വൈസ് മാത്രമുള്ള ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കാം. ക്വാണ്ടിറ്റികൾ, എണ്ണങ്ങൾ വെച്ചിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കാം. അത് 10 എണ്ണം മേടിക്കുമ്പോൾ ഇത്ര, 5 എണ്ണം മേടിക്കുമ്പോൾ ഇത്ര രൂപ കുറവ് എന്നുള്ള ക്വാണ്ടിറ്റി വൈസ് ഡിസ്കൗണ്ട് കൊടുക്കാം. ക്യാഷ് ഡിസ്കൗണ്ട് മൊത്തമായിട്ടുള്ള ഡിസ്കൗണ്ട്. ഒരു 5000 രൂപയാണ് ബിൽ എമൗണ്ട് ആണെങ്കിൽ ഒരു 500 രൂപ കോമൺ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കില്ലേ, അതിനാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ പറയുന്നത് ഐറ്റം വൈസ് ആയിരിക്കും. അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5 ഐറ്റം ഉണ്ട് ഒരു ബില്ലിൽ, അതിൽ 2 ഐറ്റത്തിന് മാത്രമായിട്ടുള്ള ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം. ബാക്കി 3 ഐറ്റത്തിന് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. അതിനല്ല നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. സോ നിങ്ങൾ ഡിസ്കൗണ്ട് ഡിഫൈൻ ചെയ്യുന്ന 3 ടൈപ്പാണ്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, 2 ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, 3 ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് ബ്രാക്കറ്റിൽ ജസ്റ്റ് മലയാളത്തിൽ എഴുതാട്ടോ, മനസ്സിലാവുന്ന പോലെ മലയാളത്തിൽ എഴുതാം. നമ്മൾ ഇത്രയും നോട്ട്സ് നിങ്ങൾക്ക് പിന്നീട് നോക്കി എഴുതിയാൽ മതി. ഞാൻ ഇത്രയും നോട്ട്സ് ഇതിനൊപ്പം പറയുന്നില്ല, ജസ്റ്റ് ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, അത് കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, അങ്ങനെ 3 തരം ഡിസ്കൗണ്ട് ആണുള്ളത്. അതിന്റെ താഴെ എഴുതിക്കോളൂ. ഹൗ ടു ഇനേബിൾ ഡിസ്കൗണ്ട് ഇൻ ടാലി. How to enable discount in Tally. ശരിക്കും ഡിസ്കൗണ്ട് കോളം എന്നാണ് പറയാം. ഡിസ്കൗണ്ട് ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്യുന്നത് F11-ലാണ്. നമ്മൾ എല്ലാ കമ്പനി ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്യുന്ന F11-ലാണ്. സോ അതും അതിന് താഴെ എഴുതാം, F11 ഫീച്ചേഴ്സ്. എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൺ കൊടുത്തിട്ട് F2 ഇൻവെന്ററി ഫീച്ചേഴ്സ്. ഇവിടെ സ്ക്രീനിൽ കാണാം, കണ്ടോ? യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സസ്. അത് നമ്മൾ എന്ത് കൊടുക്കുന്നു? യെസ്. യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സസ്, എസ് കൊടുക്കുന്നു. അത് എസ് കൊടുത്താൽ മാത്രമേ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ അല്ലെങ്കിൽ സെയിൽസിലായാലും പർച്ചേസിലായാലും ഡിസ്കൗണ്ട് എന്നുള്ള കോളം നമുക്ക് ഇനേബിൾ ചെയ്ത് വരും. ടാലിയിൽ നമ്മൾ ഇനേബിൾ ചെയ്യേണ്ടത് ഇതാണ്. F11-ൽ പോയി ഇൻവെന്ററിയിൽ പോയി അതിൽ യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സസിൽ പോയിട്ട് എസ് കൊടുത്തു.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇനേബിൾ ചെയ്തു, ഡിസ്കൗണ്ട് ഇനേബിൾ മാത്രമേ ചെയ്തുള്ളൂ. ഇനി നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് വിത്തിൻ എക്സാമ്പിളിൽ തന്നെ നോക്കാം, ടാലിയിൽ തന്നെ എടുക്കാം. എൻ്റെ പുതിയ കമ്പനി ആയിട്ട് തന്നെ കൊടുക്കാം. ജസ്റ്റ് ചുമ്മാ ഡിസ്കൗണ്ട്. നമ്മളൊരു ഫീച്ചർ ചെയ്യുന്നതുകൊണ്ട് വേറെ എല്ലാ ഫീച്ചേഴ്സും അതിൽ കൊടുക്കില്ല. നിങ്ങൾക്ക് ഇതിൽ പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഒരു സംശയത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചുമ്മാ ഡിസ്കൗണ്ട് എന്നൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് F11 ഫീച്ചേഴ്സ് എടുത്തു. ഇതില് F2 ഇൻവെന്ററി ഫീച്ചേഴ്സ് എടുത്തു. ഇവിടെ ഉണ്ടോ റൈറ്റ് സൈഡിൽ യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സസ് എസ് കൊടുക്കും. സപ്പോസ് ഇത് എസ് കൊടുത്തില്ല എന്ന് കരുതാം. ഇവിടെ നോക്കൂ, സെയിൽസ് ബില്ലോ പർച്ചേസ് ബില്ലോ എടുക്കുമ്പോൾ F8 സെയിൽസ്. ഇവിടെ നോക്കൂ, കോളം നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടാവില്ല. ഉണ്ടോ? അത് നമ്മൾ ഇനേബിൾ ചെയ്യാത്തോണ്ട് F11 പോയി, ഇൻവെന്ററിയിൽ പോയി, സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സസ് എസ് കൊടുക്കും. ഇപ്പൊ നോക്കൂ വ്യത്യാസം. ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, ഡിസ്കൗണ്ട് പെർസെന്റേജ്. നമുക്ക് ശതമാനം വഴിയുള്ള ഡിസ്കൗണ്ട് എന്നുള്ള കോളാണ് ഇതിൽ വരിക, എമൗണ്ട്. നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മുടെ ആക്ടിവിറ്റിയിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്, നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡ് പർച്ചേസ് 200 പീസസ് ഓഫ് ഷർട്ട്സ് ഫ്രം ഫാഷൻ ആൻഡ് ചാൻസ് ₹100 per piece with a trade discount of 5%. Record this transaction. ഇതാണ് ഓപ്ഷൻ പറയുന്നത്. സോ നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡ് എന്നുള്ള പാർട്ടി പർച്ചേസ് ചെയ്തു 200 പീസ്. എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു? ഫാഷൻ ആൻഡ് ചാൻസ്. സോ നമ്മളാണ് നിതിൻ സ്പിന്നേഴ്സ്. സോ അത് ഞാൻ അഡീഷണൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിതിൻ സ്പിന്നേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ പേരിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഫാഷൻ ആൻഡ് ചാൻസ് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഓൾട്ട് സി കൊടുത്തിട്ട് ഫാഷൻ ആൻഡ് ചാൻസ് എന്നുള്ള ലെഡ്ജർ കൊടുത്തു. പർച്ചേസ് ചെയ്യുന്ന പാർട്ടി എല്ലാം സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സേവ് ചെയ്തു. നമുക്ക് ആദ്യം പർച്ചേസ് ആണ് കേട്ടോ എൻട്രി ഉണ്ട്. ജസ്റ്റ് പർച്ചേസ് ചെയ്തു. ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾട്ട് സി കൊടുത്തിട്ട് വീണ്ടും പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിന്റെ പേര് ഓൾറെഡി ഇവിടെ ഐറ്റത്തിന്റെ പേര് കാണിക്കുന്നുണ്ട്. 200 പീസ് ഓഫ് ഷർട്ട്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഷർട്ട് മാത്രം നമുക്ക് കൊടുക്കാം. കമ്പനിയോ ബ്രാൻഡ് ഒന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഷർട്ടിന് മാത്രം കൊടുത്തു. യൂണിറ്റ്സ്, ഷർട്ട് എപ്പോഴും നമ്മൾ എണ്ണങ്ങളായിട്ടാണ് ചെയ്യുക. ചിലർ മീറ്റർ ആയിട്ടും ചെയ്യും. സോ നമുക്ക് ഇവിടെ എണ്ണങ്ങളായിട്ട് കൊടുക്കാം. സേവ് ചെയ്തു. $200 pieces of shirts from Fashion and Chance of ₹100 per piece. മൊത്തം ക്വാണ്ടിറ്റിയിൽ 200 എണ്ണാണ്. ഒരെണ്ണത്തിന്റെ വിലയാണ് 100 രൂപ. ടോട്ടൽ 20,000 എന്നുള്ള സാധിച്ചു. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ഈക്വൽ ടു എമൗണ്ട് ആണ്. ഇതിൽ ഡിസ്കൗണ്ട് എത്ര കൊടുക്കണം? 5% ഡിസ്കൗണ്ട് കൊടുക്കണം. സോ ഇവിടെ ഞാൻ ഇനി എന്ത് കൊടുക്കണം? 5%. അപ്പൊ ടോട്ടൽ നോക്കൂ, 19,000 ആയി മാറി. കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാട്ടോ. ഐറ്റം ഈക്വൽ ടു ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് മൈനസ് ഡിസ്കൗണ്ട് ഈക്വൽ ടു എമൗണ്ട്. എന്നോട് പറയാം, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. സാധാരണ കാൽക്കുലേഷൻ നമുക്ക് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ഈക്വൽ ടു ആണ് എമൗണ്ട്. പക്ഷെ ഇവിടെ ഡിസ്കൗണ്ട് വന്നുകൊണ്ട് നമ്മൾ എഴുതുന്നു ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് മൈനസ് ഡിസ്കൗണ്ട് ഈക്വൽ ടു എമൗണ്ട്. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 100. അപ്പൊ 20,000 ആയി. 20,000 5% മൈനസ് ചെയ്തു. അപ്പൊ 19,000 ആയി മാറി. പിന്നെ നമുക്ക് വല്ല ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. GST ഉണ്ടെങ്കിൽ GST കൊടുക്കാം. ഇതിൽ GST മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ GST കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള ഡിസ്കൗണ്ട് ആണ് ഇങ്ങനെ എൻട്രി. നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു 3 ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട് പറഞ്ഞിരുന്നു. ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴെ നോട്ട്സിലും കാണാം. ഇതേപോലെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കാം. പിന്നെ വേറൊരു ഐറ്റവും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അരീന ലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട്, ടീഷർട്ട് കൊടുത്തിട്ടുണ്ട്, 50 പീസ് കൊടുത്ത് റേറ്റ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ
3%. ഇനി നമുക്ക് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എങ്ങനെ കൊടുക്കാന്നുള്ളത് നോക്കാം. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി യെസ് കൊടുക്കുക. സോ അതായത് ഇനേബിൾ ചെയ്യണം. ഇത് ഇനേബിൾ ചെയ്യുന്ന F11 പോയിട്ട് ഇൻവെന്ററി ഫീച്ചേഴ്സ്, നമുക്ക് ഇവിടെ ഒരു മെനു കാണാമല്ലോ, യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി. ശരിക്കും ഇത് ഫ്രീ കൊടുക്കാന്ന് നമ്മൾ പറയാം. ഇപ്പൊ നമ്മളിപ്പോ അറിയില്ലേ, 10 മേടിക്കുമ്പോൾ 1 ഫ്രീ, 20 മേടിക്കുമ്പോൾ 2 ഫ്രീ, ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്യാനാണ് ശരിക്കും. അപ്പൊ ശരിക്കും ഇത് ഡിസ്കൗണ്ട് ആണോ വെച്ചാൽ ഡിസ്കൗണ്ട് ആയിട്ടും നമുക്കത് മെൻഷൻ ചെയ്യാം, ഫ്രീ ആയിട്ടും അതിനെ അക്കൗണ്ട് ചെയ്യാം. സോ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ ഡിസ്കൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. ക്വാണ്ടിറ്റി വൈസ് ഡിസ്കൗണ്ട്, 10 മേടിക്കുമ്പോൾ 1 എന്ന് പറയില്ലേ, അതുപോലെ. ഇതിപ്പോ ഞാൻ സെയിൽസിൽ ഒരെണ്ണം കാണിച്ചു തരാം. ഒരു പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് കൊടുത്തു, സെയിൽസ് അക്കൗണ്ട് വേണം, സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഇതെല്ലാം നമുക്ക് ഓൾറെഡി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ് അക്കൗണ്ട്. ഇപ്പൊ ഷർട്ടാണ് 200 എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഞാൻ അത് സെയിൽ ചെയ്യാണ്. 25 ഞാൻ സെയിൽ ചെയ്യാണ്. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് 20 വിലയെ കണക്കാക്കുന്നുള്ളൂ. ഉണ്ടോ? അപ്പൊ എന്തായി കണക്കായി? 5 എന്തിൽ പോയി? ഡിസ്കൗണ്ട് ചെയ്ത് കളഞ്ഞു. അതായത് 5 വെറുതെ കൊടുത്തു, ഫ്രീ കൊടുത്തു എന്ന് പറയില്ലേ, അങ്ങനെ. ഇപ്പൊ 20 വില എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ വില നമ്മൾ ഓൾറെഡി 100 രൂപ പർച്ചേസ് റേറ്റ് കാണിച്ചിരുന്നു. ഞാൻ ഇവിടെ കാണിക്കേണ്ട ഒരു 115 രൂപ കൊടുക്കാണ്. ഇപ്പൊ നോക്കൂ, ആക്ച്വൽ ക്വാണ്ടിറ്റി 25 എന്റെ സ്റ്റോക്ക് ഒന്ന് കുറഞ്ഞു. പക്ഷെ ഞാൻ വില കണക്കാക്കുന്നത് 20 വിലയെ കണക്കാക്കുന്നുള്ളൂ. ബാക്കി 5 എനിക്ക് ക്വാണ്ടിറ്റി വൈസ് ഡിസ്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ കൊടുത്തോ ആണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ അതിന് മെൻഷൻ ചെയ്യാം, ഫ്രീ ആയിട്ടും മെൻഷൻ ചെയ്യാം, ക്വാണ്ടിറ്റി വൈസ് ആയിട്ടും കാണിക്കാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റി വൈസ് ഡിസ്കൗണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഒരു ഡിസ്കൗണ്ടും കൂടെ ബാലൻസ് ഉണ്ട്. അതിന് നമ്മൾ പറയാ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ കഴിഞ്ഞ്. ട്രേഡ് ഡിസ്കൗണ്ട് ആദ്യം പറഞ്ഞു, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് സെക്കൻഡ് പറഞ്ഞു. ഇനി തേർഡ് വൺ ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് മാത്രം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5000 റുപ്പീസ് ബില്ലാണെങ്കിൽ ജസ്റ്റ് ഒരു 500 റുപ്പീസ് ഡിസ്കൗണ്ട് ആയി കൊടുക്കില്ലേ, അതുപോലെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇപ്പൊ ഞാൻ സെയിൽസിലാണ് കരുതാം, ഒരു പാർട്ടി സെയിൽ ചെയ്യുന്ന എന്റെ ഒരു പാർട്ടി ആണെങ്കിൽ A to Z ഞാനൊരു ചുമ്മാ ഒരു ഡമ്മി ആയ ഒരു പാർട്ടിയുടെ പേര് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പേര് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, ഈ പേര് യൂസ് ചെയ്യണമെന്നില്ല. സൺട്രി ഡെപ്റ്റേഴ്സ്, സെയിൽ ചെയ്യുന്ന പാർട്ടീസ് എല്ലാം സൺട്രി ഡെപ്റ്റേഴ്സ് ആയിരിക്കും. സേവ് ചെയ്തു, സെയിൽസ് കൊടുത്തു. ഞാനിവിടെ ആക്ച്വലി ഒന്നും വേണ്ട, ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഡിസേബിൾ ചെയ്തിടാം കേട്ടോ. F11 പോയിട്ട് ഇത് ഡിസേബിൾ ചെയ്തിടാം. F11 പോയി ഇൻവെന്ററി ഫീച്ചേഴ്സിൽ പോയി ഇവിടെ ഉണ്ട് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി നോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കോളംസ് എല്ലാം ഡിസേബിൾഡ് ആവും. ഇങ്ങനെ കാണില്ല. ഞാൻ ഇനി ക്യാഷ് ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊരു 10 കൊടുത്തു, അതിന്റെ വില വന്നു 1150 രൂപയാണ് 10 വില. ഇനി ഞാൻ എൻട്രി ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നു ഡിസ്കൗണ്ട് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറെഡി പറഞ്ഞു സെയിൽ ചെയ്യുന്ന ഡിസ്കൗണ്ട് എല്ലാം ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് അലൗഡ്. കൊടുക്കുന്നതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ എക്സ്പെൻസസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവിടെ എനിക്ക് കൊടുക്കാം -150 രൂപ. ഇപ്പൊ നമുക്ക് ബിൽ എമൗണ്ട് 1000 റുപ്പീസ് ആയി. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ക്യാഷ് ഡിസ്കൗണ്ട്. സോ 3 തരം ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്തിനാന്ന് വെച്ചാൽ ഐറ്റം വൈസ് ഉള്ള ഡിസ്കൗണ്ട് ആണ്, ആ ഐറ്റത്തിന് വേണ്ടി മാത്രമുള്ള ഡിസ്കൗണ്ട് ആണ് ഐറ്റം വൈസ് ഡിസ്കൗണ്ട് എന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് ക്വാണ്ടിറ്റി വൈസ് ഡിസ്കൗണ്ട്, എണ്ണങ്ങൾ പറഞ്ഞുള്ള ഡിസ്കൗണ്ട് നമ്മൾ പറയാം. തേർഡ് വൺ ആണ് എന്ത് പറയാം, ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ആയിട്ട് മൊത്തം ബില്ലിന്റെ ഇത്ര രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ട്. അങ്ങനെ 3 തരം ഡിസ്കൗണ്ട് ആണ്. നമ്മൾ ആക്ടിവിറ്റിയും കൂടെ ഇതിനൊപ്പം ചെയ്ത് നോക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. താങ്ക് യു.